നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കേക്ക് ബോർഡ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുകയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്ലാനർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളടുത്ത് കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ കേക്ക് ബോർഡ് തന്നെ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കേക്ക് ബോർഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കേക്ക് ബോർഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം. കാർഡ് ബോർഡ് എടുത്തിട്ട് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പാർസലൊക്കെ മേടിക്കുമ്പോൾ മേലെ ഇങ്ങനെ കവർ ചെയ്ത് കിട്ടുന്ന ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു പീസാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാർഡ് ബോർഡ് എടുക്കുക, എന്നിട്ട് അലുമിനിയം ഫോയിൽ ഒന്ന് കവർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു പേപ്പർ ആയാലും കവർ ചെയ്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ ആയതുകൊണ്ട് ഈ ഒരു സൈഡൊക്കെ കേർവായിട്ടുള്ള ഒരു ബോർഡാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാ കേക്ക് ബോർഡ് ഒന്നുകിൽ റൗണ്ട് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ആയിരിക്കും. സ്ക്വയർ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് മാർക്കർ വെച്ചിട്ട് എഴുതിയാൽ മതി. ടെമ്പററി മാർക്കറില്ലേ, പെർമനൻ്റ് അല്ലാത്ത മാർക്കറാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റബ്ബ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ഒരു ബോർഡ് പോലെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ പേര് എഴുതുക, അതായത് സ്റ്റഡി പ്ലാനർ. അതുപോലെ ഓരോ ഡേയ്സും എഴുതുക, അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, സാറ്റർഡേ വരെ എഴുതുക. ഞാനിപ്പോൾ ഇവിടെ സൺഡേ എഴുതിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ലീവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. സാറ്റർഡേ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിൻ്റെ വീതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സൺഡേയും കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു ബോർഡിനൊരു പേര് കൊടുക്കുന്നത് സ്റ്റഡി പ്ലാനർ എന്നാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്റ്റഡി പ്ലാനറിന് കൊടുക്കാം. അതല്ല വലിയവർക്ക് ചെയ്യാനാണെങ്കിൽ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതിയാൽ മതി. ഇനി ആ ഒരു വൈറ്റ് ഷീറ്റ് ഞാൻ ഈ കേക്ക് ബോർഡിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് ഇളകി വരാതിരിക്കാനും പിന്നെ പെട്ടെന്ന് ചീത്തയായി പോവില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്പേസ് വിട്ടിട്ട് ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റഡി പർപ്പസിനായതുകൊണ്ടാണ് ഞാനിപ്പം വളരെ സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് ഇതിൽ ഒട്ടിക്കാം. മൺഡേ ഇന്ന് ചെയ്യാനുണ്ട്, ട്യൂസ്ഡേ ഇന്ന് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാനർ ഇത്രയും പണിയുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യമുള്ളത് ഒട്ടിക്കുക, പിന്നെ ഇളക്കി കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു വീക്കിൻ്റെത് നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മൺഡേ ടു സാറ്റർഡേ വരെയുള്ളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ ടേബിൾ ടോപ്പിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ത്രെഡൊന്നും ഇടാഞ്ഞത്. അപ്പോൾ നമുക്കിത് ടേബിൾ ടോപ്പിൽ വെക്കുമ്പം ഒരു സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ചുമരുമേലൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ, ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് കേക്ക് ബോർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാനും പറ്റും. ഒരാഴ്ചത്തെ യൂസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റിക്കി നോട്ട്സ് മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.